ദേവു സ്റ്റഡി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെൽ ആസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിൻറ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെല്ലാണ്. അപ്പോൾ സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലൈഫ്. ഫാദർ ഓഫ് സെൽ ബയോളജി ഈസ് കൺസിഡേർഡ് ആസ്, അതായത് സെൽ ബയോളജിയുടെ പിതാവ് തിയോഡർ ഷ്വാനാണ്. സെൽ ബയോളജിയുടെ പിതാവ് തിയോഡർ ഷ്വാനാണ്. ഇനി സെൽ എന്ന ടേം കൊണ്ടുവന്നത്, സെൽ എന്ന വാക്ക് കൊണ്ടുവന്നത് റോബർട്ട് ഹുക്കാണ്. സെൽ എന്ന വാക്ക് കൊണ്ടുവന്നത് റോബർട്ട് ഹുക്കാണ്. ക്ലാസിക്കൽ ഇറ ഓഫ് സൈറ്റോളജി. ക്ലാസിക്കൽ ഇറ ഓഫ് സൈറ്റോളജി അല്ലെങ്കിൽ സൈറ്റോളജിയുടെ കാലം എന്നറിയപ്പെടുന്നത് 19th സെഞ്ച്വറിയാണ്. 19th സെഞ്ച്വറിയാണ് ക്ലാസിക്കൽ ഇറ ഓഫ് സൈറ്റോളജി എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് സെൽ ബയോളജി തിയോഡർ ഷ്വാന എന്ന് പറഞ്ഞു. എന്നാൽ സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് തിയോഡർ ഷ്വാനും മാത്തിയാസ് ഷ്ലീഡനും ചേർന്നാണ്. തിയോഡർ ഷ്വാനും മാത്തിയാസ് ഷ്ലീഡനും ചേർന്നാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. പ്രോട്ടോപ്ലാസം എന്ന ടേം കൊണ്ടുവന്നത് പർക്കിഞ്ചെ ആൻഡ് വോൺ മോൾ. പർക്കിഞ്ചെയും വോൺ മോളും ചേർന്നാണ് പ്രോട്ടോപ്ലാസം എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രോട്ടോപ്ലാസം തിയറി പ്രപ്പോസ് ചെയ്തത് ഒ ഹെർട്ട്വിഗാണ്. അപ്പോൾ പ്രോട്ടോപ്ലാസം തിയറി പ്രപ്പോസ് ചെയ്തത് ഒ ഹെർട്ട്വിഗാണ്. പ്രോട്ടോപ്ലാസമാണ് ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസമാണ്. ദ പ്രോട്ടോപ്ലാസം ഈസ് ദ ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ്. രണ്ട് തരം സെല്ലുകളാണുള്ളത്. പ്രോക്യാരിയോട്ടിക് സെല്ലുണ്ട്, യൂക്യാരിയോട്ടിക് സെല്ലുണ്ട്. പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് പ്രോക്യാരിയോട്ടിക് സെല്ലിൽ കാണപ്പെടുന്നില്ല. അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, ന്യൂക്ലിയോയിഡ് എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാതെ ന്യൂക്ലിയോയിഡായിട്ടാണ് പ്രോക്യാരിയോട്ടിക് സെല്ലിൽ കാണപ്പെടുന്നത്. എന്നാൽ യൂക്യാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. The cementing material of adjacent cells are called middle lamella. ഇത് രണ്ട് സെല്ലുകൾ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന അഡ്ജസൻറ്റ് സെല്ല്, രണ്ട് സെല്ലുകൾ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന സിമെൻറ്റിംഗ് മെറ്റീരിയലാണ് മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത്. ദ സിമെൻറ്റിംഗ് മെറ്റീരിയൽ ഓഫ് അഡ്ജസൻറ്റ് സെൽസ് ആർ കോൾഡ് മിഡിൽ ലാമെല്ല. Plasmodesmata is the delicate threads in the cytoplasm which connect the protoplasm of adjacent cells. അതായത് രണ്ട് സെല്ലുകളിലെ പ്രോട്ടോപ്ലാസത്തെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന ഡെലിക്കേറ്റ് ആയിട്ടുള്ള ത്രെഡ്സാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. ഇത് സൈറ്റോപ്ലാസത്തിലാണ് കാണപ്പെടുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ എന്ന ടേം കൊണ്ടുവന്നത് നഗേലി ആൻഡ് ക്രാമറും നഗേലിയുമാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന വാക്ക് കൊണ്ടുവന്നത്. യൂണിറ്റ് മെംബ്രെയിൻ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് റോബർട്ട്സൺ ആണ്. എന്നാൽ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ വാസ് പ്രപ്പോസ്ഡ് ബൈ സിംഗറും നിക്കോൾസണും ചേർന്നാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ടുവന്നത്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനമാണ് കാരിയോളജി. ന്യൂക്ലിയോലസ് കണ്ടുപിടിച്ചത് ഫോണ്ടാനയാണ്. ക്രോമസോമാണ് വെഹിക്കിൾസ് ഓഫ് ഹെറിഡിറ്റി എന്നറിയപ്പെടുന്നത് ക്രോമസോംസ് ആർ ദ വെഹിക്കിൾസ് ഓഫ്
ഹെറിഡിറ്റി. വെഹിക്കിൾസ് ഓഫ് ഹെറിഡിറ്റി എന്നറിയപ്പെടുന്നത് ക്രോമസോംസ് ആണ്. ദ നെയിം ക്രോമസോംസ് വാസ് ഗിവൺ ബൈ വോൾഡെയർ. ക്രോമസോം എന്ന പേര് നൽകിയത് വോൾഡെയർ ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദ ടേം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വാസ് കോയിൻഡ് ബൈ പോർട്ടർ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന വാക്ക് കൊണ്ടുവന്നത് പോർട്ടറാണ്. ഗോൾഗി കോംപ്ലക്സ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ കാമിലോ ഗോൾഗി. ഗോൾഗി കോംപ്ലക്സിനെ കുറിച്ച് ആദ്യമായിട്ട് വിവരിച്ചത് കാമിലോ ഗോൾഗിയാണ്. ലൈസോസോംസ് ആർ കോൾഡ് സൂയിസൈഡൽ ബാഗ്സ് ഓഫ് ദി സെൽ. സെല്ലിലെ ആത്മഹത്യാസഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോംസ് ആണ്. ഈ ലൈസോസോംസ് പോലെ പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്നതാണ് സ്ഫീറോസോംസ്. ലൈസോസോംസ് പോലെ പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്നതാണ് സ്ഫീറോസോംസ്. മൈറ്റോകോൺട്രിയ വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ഫ്ലെമിംഗ് ആൻഡ് കോളിക്കർ. അതായത് ഫ്ലെമിങ്ങും കോളിക്കറുമാണ് മൈറ്റോകോൺട്രിയയെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. ഈ ടേം കൊണ്ടുവന്നത് ബെൻഡയാണ്. മൈറ്റോകോൺട്രിയ എന്ന ടേം കൊണ്ടുവന്നത് ബെൻഡയാണ്. അപ്പോൾ മൈറ്റോകോൺട്രിയ വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ഫ്ലെമിംഗ് ആൻഡ് കോളിക്കർ. ദ ടേം വാസ് കോയിൻഡ് ബൈ ബെൻഡ. മൈറ്റോകോൺട്രിയ ആർ ദ പവർ ഹൗസ് ഓഫ് ദി സെൽ. മൈറ്റോകോൺട്രിയയാണ് സെല്ലിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത്. എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. റൈബോസോംസ് ആർ ദ പ്രോട്ടീൻ പ്രൊഡക്ഷൻ സൈറ്റ്. റൈബോസോംസ് ആണ് പ്രോട്ടീൻ പ്രൊഡക്ഷൻ സൈറ്റ്. അതായത് പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കുന്നത് റൈബോസോംസിൽ വെച്ചാണ്. റൈബോസോംസ് വെയർ ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ക്ലൂഡെ. ക്ലൂഡെയാണ് റൈബോസോമിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത്. ഈ നെയിം പേര് നൽകിയത് പലേഡാണ്. റൈബോസോംസ് എന്ന പേര് നൽകിയത് പലേഡാണ്. പ്രൊകാരിയോട്സിൽ കാണപ്പെടുന്ന റൈബോസോംസ് ആണ് 70S റൈബോസോംസും യൂക്കാരിയോട്സിൽ 80S റൈബോസോംസ് ആണ് കാണപ്പെടുന്നത്. പ്രൊകാരിയോട്ടത്തിൽ 70S റൈബോസോംസും യൂക്കാരിയോട്സിലാണെങ്കിൽ 80S റൈബോസോംസുമാണ് കാണപ്പെടുന്നത്. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്നതാണ് പ്ലാസ്റ്റിഡ്. ദ ടേം പ്ലാസ്റ്റിഡ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഷിംബർ. ഷിംബറാണ് പ്ലാസ്റ്റിഡ് എന്ന ടേം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. ഇനി ഫോട്ടോസിന്തസിസ്, സീറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്നറിയപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ്. ക്വാണ്ടസോംസ് ആർ ദ ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ്സ്. ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നത് ക്വാണ്ടസോംസ് ആണ്. ഗ്രാന ഇസ് ദ സീറ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ആൻഡ് സ്ട്രോമ ഇസ് ദ സൈറ്റ് ഓഫ് ഡാർക്ക് റിയാക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിലെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനത്തിൽ വെച്ചും എന്നാൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചുമാണ്. അടുത്തത് ക്രോമോപ്ലാസ്റ്റ് ആണ്. ക്രോമോപ്ലാസ്റ്റ് എന്നാൽ കളർഡ് പ്ലാസ്റ്റിഡ്സ് ആണ്. കളറുള്ള പ്ലാസ്റ്റിഡ്സ് ആണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത് ക്ലോറോഫിൽ പിഗ്മെൻ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റ്. റോഡോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത് ഫൈക്കോ എറിത്രിൻ ആണ്. റോഡോപ്ലാസ്റ്റിൽ ഫൈക്കോ എറിത്രിൻ ആണ്. ല്യൂക്കോപ്ലാസ്റ്റ് എന്നാൽ കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആണ് ല്യൂക്കോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് കളേർഡ് പ്ലാസ്റ്റിഡ്സ് ആണ്. ല്യൂക്കോപ്ലാസ്റ്റ് കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആണ്. അമീലോപ്ലാസ്റ്റോസ് സ്റ്റാർച്ച്. അമീലോപ്ലാസ്റ്റ് എന്നാൽ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന പ്ലാസ്റ്റിഡ്സ് ആണ് അമീലോപ്ലാസ്റ്റ്. അതേപോലെ ഇലയോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽസും ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് സ്റ്റോർ ചെയ്യുന്നതാണ് ഇലയോപ്ലാസ്റ്റ് എന്ന്. അപ്പോൾ ഇലയോപ്ലാസ്റ്റ് എന്നാൽ ഫാറ്റ്സും ഓയിൽസും സ്റ്റോർ ചെയ്യുന്നതാണ് ഇലയോപ്ലാസ്റ്റ്. പ്രോട്ടീനോപ്ലാസ്റ്റ് എന്നാൽ പ്രോട്ടീൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പ്ലാസ്റ്റിഡ്സ് ആണ് പ്രോട്ടീനോപ്ലാസ്റ്റ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. The term cell was coined by Robert Hooke. The powerhouse of the cell is
Mitochondria. The powerhouse of the cell is mitochondria. The site of protein synthesis in the cell is. The site of protein synthesis in the cell is ribosomes. Robert Brown is well known for the discovery of. Robert Brown is well known for the discovery of nucleus. Cytoplasmic connections between adjacent cells are. Cytoplasmic connections between adjacent cells are middle lamella. Cytoplasmic connections between adjacent cells are middle lamella. The branch of biology which deals with the study of nucleus is karyology. The ribosomes of prokaryotes. The ribosomes of prokaryotes is 70S ribosomes. Thus the ribosomes of prokaryote is 70S ribosomes. Microtubules are formed of tubulin. Microtubules are formed of tubulin. The smallest cell organelle is. The smallest cell organelle is ribosomes. The smallest cell organelle is ribosomes. Fat storing plastids are. Fat storing plastids are eleoplast. Fat storing plastids are eleoplast. Which is called dictyosomes. Golgi bodies. Which is called dictyosomes. Golgi bodies. Inner membrane folding of a mitochondrion are called cristae. Inner membrane foldings of a mitochondrion are called cristae. The cell organelle which is rich in manganese. Mitochondria. The cell organelle which is rich in manganese. Mitochondria. The membrane around the vacuole is called tonoplast. The membrane around the vacuole is called tonoplast. The subunits of prokaryotic ribosomes are 50S plus 30S. The subunits of prokaryotic ribosomes are 50S plus 30S. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്